പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനത്തോടും ദൈവത്തിൻ്റെ സഭയോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയാനുള്ളത്, ഒരു സൈഡിൽ ലോകം, ദൈവമായിട്ട് ബന്ധമില്ലാത്തവർ, ദൈവഭയമില്ലാത്തവർ, വിശ്വാസമില്ലാത്തവർ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമായി നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, സ്വപ്നം കാണാത്ത രീതിയിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ വലിയൊരു ഭയത്തിൻ്റെയും ഭീതിയുടെയും മുൾമുനയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയോട് ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 10 കന്യകമാർ അന്ത്യകാലം, ഇത് അന്ത്യകാലമാണ്, അതിൻ്റെ ലക്ഷണമാണ്. ഇത് ഇനി അങ്ങോട്ട് എത്ര കാലം ഈ ഭൂമി കാണുമെന്ന് അറിയത്തില്ല, ഈ ലോകം കാണുമെന്ന് അറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. അന്ത്യകാലത്തെക്കുറിച്ചുള്ള വ്യക്തമായ സകല കാര്യങ്ങളും ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ യെശയ്യാവിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം എടുത്തു നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് 7 സ്ത്രീകൾക്കൊരു ഭർത്താവ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അങ്ങനെയുള്ളൊരു കാലഘട്ടം ഈ ലോകത്ത് പേരിന് തന്നെ ഒരു ഭർത്താവ് മതി എന്നുള്ള രീതിയിൽ ഈ ലോകം മ്ലേച്ഛതയുടെയും വ്യഭിചാരത്തിൻ്റെയും കൊള്ളയുടെയും കൊലപാതകത്തിൻ്റെയും മാതാപിതാക്കളെ കൊന്നുകളയുന്ന അനുഭവങ്ങളും അതിക്രൂരവും പൈശാചികമായ ഒരു സ്പിരിറ്റ് ഈ ലോകത്തെ മൂടി മറയ്ക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ദുരുപദേശ ശക്തികൾ, അത് പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സലിസം എന്ന് പറയുന്ന എല്ലാ ദൈവങ്ങളും ഒന്നാണ്, എല്ലാ ആരാധനകളും ഒന്നാണ്, നരകമില്ല, സ്വർഗമില്ല, നിത്യത എന്ന് പറയുന്ന സംഭവമില്ല, എല്ലാം ഭൂമിയിലാണ് എന്ന് പറയുന്ന യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ലോകവ്യാപകമായി ഇന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ദുരുപദേശം ഭയങ്കരമായി ലോകത്തെ വിഴുങ്ങാൻ പോവുകയാണ്. സാത്താൻ സഭകൾ, അതുപോലെ തന്നെ ദുരുപദേശ സഭകൾ, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും 10 മടങ്ങ് ഭയങ്കരമായിട്ട് പാപവും ശാപങ്ങളും അതിഭയങ്കരമായ ദുരുപദേശ ശക്തികളും ഈ ലോകത്തെ വിഴുങ്ങാൻ പോകുന്നു. അന്ത്യകാലത്ത് വിശ്വാസം ഉള്ളവരെ കാണാൻ കിട്ടുമോ എന്ന്, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ വിശ്വാസമുള്ളവരെ കാണാൻ കിട്ടുമോ എന്ന് വചനം ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇപ്പോൾ വിശ്വാസത്തിൽ നിൽക്കുന്ന പലരും 2021 കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ കാണത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് വിശ്വാസമില്ലാത്ത, സൂപ്പർ നാച്ചുറലായിട്ട് ദൈവത്തെ കാണാതെ, രുചിക്കാതെ, തൊടാതെ, അനുഭവിക്കാതെ, ബൈ ഫെയ്ത്തിൽ അത്ഭുതകരമായി കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ, ദൈവമാണ് എന്നെ നടത്തുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനാണ്, എൻ്റെ രാജ്യം കാണുന്നതല്ല, കാണാത്തൊരു രാജ്യം എൻ്റെ മുമ്പിലുണ്ടെന്ന് വിശ്വാസമില്ലാത്ത ഒറ്റ എണ്ണം സഭയ്ക്കകത്ത് പോലും കാണില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ തറയിൽ വെക്കാൻ തക്കവണ്ണമുള്ള വിഷയങ്ങൾ ഉണ്ടാകാം, ശുശ്രൂഷ ചെയ്യുന്ന ഓടി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ആരാധനകൾക്ക് ചെന്നിരിക്കണമെന്ന് പോലും തോന്നത്തില്ല. അങ്ങനെ പിശാചിത അഴിച്ചു വിടപ്പെട്ടതുപോലെ ഒരു വലിയ കലക്കത്തിന് റെഡിയായി പിശാച് ഇറങ്ങിയിട്ടുണ്ട്. സാത്താൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വേദപുസ്തകം പറയുന്നത് പോലെ മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസികൾ ഉണ്ടാകുമോ, വിശ്വാസത്തിലുള്ളവർ ഉണ്ടാകുമോ എന്ന് ചോദിച്ചതുപോലെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന എത്ര പേർ ഈ 2021 അല്ലെങ്കിൽ അടുത്ത വർഷം ന്യൂ ഇയർ വരെ കർത്താവുമായിട്ടൊരു ബന്ധത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ മാത്രം എടുക്കേണ്ട തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഇനി മുന്നോട്ടുള്ള നാളുകളിൽ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചാൽ മാത്രമേ സർവശക്തനായ ദൈവം എന്നെ നടത്തുമെന്ന് പരിപൂർണ വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തി. ഒരു വാതിലും നിങ്ങൾക്ക് ഭൗതികമായി ഇന്നുള്ള സകല വാതിലുകളും അടയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏത് വാതിലടഞ്ഞാലും എന്നെ കരുതുന്ന, എന്നെ പോറ്റുന്ന, എന്നെ പുലർത്തുന്ന എൽ ശദായിയായ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വാസമില്ലാത്ത ഒരുവനും ഇനി ഈ ആത്മീക ലോകത്ത് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം സാധാരണ വിശ്വാസമല്ല, ദൈവത്തിൻ്റെ വിശ്വാസം ഇല്ലാത്തവൻ ആരും ഈ ഭൂമിയിൽ നിൽക്കത്തില്ല. പ്രൈസ്. സാധാരണ വിശ്വാസം, ഈ വിശ്വാസം എല്ലാവർക്കും ഈ ലോകത്തുണ്ട്. ആ വിശ്വാസമല്ല, ദൈവത്തിൻ്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിശ്വാസം സാധാരണ വിശ്വാസമല്ല, അത് എല്ലാം കണക്ക് കൂട്ടലുകളുമായിട്ട് ഇരിക്കുന്നവൻ്റെ വിശ്വാസമല്ല. അത് കയ്യിലുള്ള പണത്തിനെ കണക്ക് കൂട്ടി ജീവിക്കുന്നവന് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. നിന്റെ വരുമാനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. നിന്റെ ജോലിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന് നിന്നെ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് വേണ്ടി 2021 ദൈവത്തിൻ്റെ വലംകരം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സഭയുടെ ദൂതാണത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
ലോകം പരിഭ്രമത്തിലും നിരാശയിലുമാകുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തിനോട് ദൈവം പറയുന്നത് ഇതാ കളം, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ കൊയ്ത്ത് നിന്റെ മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ സഭയ്ക്കൊരു കൊയ്ത്തുണ്ട്. ദൈവത്തിൻ്റെ സഭയ്ക്കൊരു കൊയ്ത്തുണ്ട്. വെളിപ്പാട് പുസ്തകം 14:15 പറയുകയാണ്, ഇതാ ഒരു ദൂതൻ ഇറങ്ങി വരികയാണ്. ആ ദൂതന്റെ കയ്യിൽ വലിയൊരു കൊയ്ത്തരിവാളിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാ ഭൂമിയിലോട്ട് എറിഞ്ഞു. ഈ പ്രതികൂല സാഹചര്യത്തിൽ, പ്രതിസന്ധികളുടെ നടുവിൽ അന്ത്യകാല വിളവെടുപ്പിന് വേണ്ടി, കൊയ്ത്തിന് വേണ്ടി സ്വർഗം, ഈ പൈശാചിക ശക്തികൾ, സാത്താന്യ ലോകം സകല മനുഷ്യരെയും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വലിച്ച് സഭയെ മുടിച്ച് അടച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് സ്വർഗത്തിലെ ദൂതൻ ഒരു വലിയ കൊയ്ത്തരിവാളുമായി ഇറങ്ങി ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു കൂട്ടം ആത്മാക്കളെ, ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷക്കണക്കിന് ആത്മാക്കളെ ഒരു തരത്തിലുള്ള പ്രസംഗത്തിന്റെ ശക്തിയിലല്ല, പ്രൈസ് ദി ലോർഡ്, ആരാധനകൾക്കകത്ത് വന്നിട്ടല്ല, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഒരു വലിയ കൊയ്ത്ത് നടത്താൻ പോവുകയാണ്. അതിനു വേണ്ടി ദൈവത്തിന് ആവശ്യം പൊട്ടന്മാരെ പോലെ ദൈവം പറയുന്നത് കേട്ട് ഇറങ്ങി തിരിച്ച് പബ്ലിക്കിൽ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ, ആത്മാക്കളെ നേടാൻ, കൂട്ടമായി സ്നാനപ്പെടുത്താൻ തയ്യാറുള്ള ചിലരെ അന്ത്യകാലത്ത് ദൈവം ഒരുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതായത് സഭ, പഴയകാല അപ്പോസ്തല പ്രവൃത്തികളുടെ സഭ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് എന്ത് സംഭവിച്ചോ അതിലോട്ട് ഈ ലോകത്തെ ദൈവം തിരിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വീണ്ടും ദാ തുറക്കാൻ പോവുകയാണ് എൻ ടൈമില്. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഒരാലയം കാണത്തില്ല, വീട് കാണത്തില്ല, വലിയ മെഗാ ചർച്ചുകൾ കാണത്തില്ല, വലിയ ഓർഗനൈസേഷൻ കാണത്തില്ല. പക്ഷേ ചില ഇടങ്ങളിൽ ഭയങ്കരമായി പ്രതികൂലമായി രാജാക്കന്മാർ എഴുന്നേക്കും, രാജ്യങ്ങൾ എഴുന്നേക്കും, ഗവൺമെന്റുകൾ ദൈവത്തിന്റെ സഭയ്ക്ക് വിരോധമായി എഴുന്നേക്കും, അഭിഷിക്തന്മാർക്ക് വിരോധമായി എഴുന്നേൽക്കും. എന്നാൽ ഇന്ന് പകല് ചില പൗലോസുമാരെ, പത്രോസുമാരെ, ചില ഫിലിപ്പോസുമാരെ ദൈവം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടം അന്ത്യകാല ശുശ്രൂഷകന്മാരെ, ചില ഏലിയാവുമാരെ, ചില അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്ന രാത്രിയാണെന്ന് പകല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കാരണം ദൈവത്തിന്റെ സഭ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പ്രസംഗം 1.5 മണിക്കൂറത്തെ പ്രസംഗത്തിൽ ആരും ഇവിടെ കേൾക്കാൻ വരത്തില്ല. അതിനുള്ള ആൾക്കാർ ഇനി കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചെന്ന് പിന്നെ പൗലോസിനെ പോലെ എഫെസോസിനകത്തോട്ട് അർത്തമീസ് ദേവിയുടെ അതിനകത്തോട്ട് ഇടിച്ചു കയറി വെറും ചെറിയൊരു മനുഷ്യൻ പക്ഷെ ആ മനുഷ്യന്റെ അകത്ത് ഒരു വലിയ വിശ്വാസമുണ്ട്, ക്രിസ്തുവിന്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിൽ വ്യാപരിക്കുന്നത് അത്യന്ത ദൈവത്തിന്റെ ശക്തിയാണ് എന്ന വെളിപ്പാടുള്ള പൗലോസിനെ പോലെയുള്ള ചിലരെ ഇന്ന് രാത്രികാല ആത്മാ പറയുന്നു, ഒരു അപ്പോസ്തലന്മാരെ, ചില പ്രവാചകന്മാരെ, ചില അഗബോസിനെ പോലെയുള്ള ചില പ്രവാചകന്മാരെ, ചില അപ്പോസ്തലന്മാരെ, ഫിലിപ്പോസിനെ പോലെയുള്ള ചില ഇവാഞ്ചലിസ്റ്റുമാരെ, ചില ദേശത്തിലെ ദേശാധിപതികളെ തകർത്തുകൊണ്ട് ആ ദേശത്തെ പിടിച്ചടക്കുന്ന, പട്ടണത്തെ പിടിച്ചടക്കുന്ന ചില അഭിഷിക്തന്മാരെ ദൈവം ഈ അന്ത്യകാലത്ത് ദൈവ സഭയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം തന്റെ പ്രവൃത്തി ചെയ്യാൻ സമയമായിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ദൈവത്തിന്റെ സഭയിൽ വെളിപ്പെടാൻ പോവുകയാണ്. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന അതേ ദൈവപ്രവൃത്തി, അതേ അത്ഭുതങ്ങൾ, അതേ അടയാളങ്ങൾ, അതേ വീര്യപ്രവൃത്തികൾ ഇന്ന് രാത്രികാല ആത്മാവിനെ ദൂത് പറയുകയാണ്. ദൈവസഭയിൽ മടങ്ങി വരാൻ പോകുന്നു. ദൈവസഭയിൽ മടങ്ങി വരാൻ പോകുന്നു. ചില പൗലോസുമാരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇത് അന്ത്യകാലത്തിന്റെ ദൂത്. 2021 ദൈവത്തിന്റെ കരം പല രാജ്യങ്ങളിലും ഇറങ്ങാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകം ഭയപ്പെടാൻ പോകുന്നു. ആകാശത്തോട്ട് നോക്കുന്നവൻ വരെ പേടിക്കാൻ പോവുകയാണ്. നിങ്ങൾ വെളിയിലിറങ്ങി ആകാശത്തെ നോക്കി ഭയപ്പെടാൻ പോവുകയാണ്. ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത അടയാളങ്ങൾ ആകാശത്തിൽ വെളിപ്പെടാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനോ ഗവൺമെന്റിനോ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ ലോകവ്യാപകമായി വെളിപ്പെടുമ്പോൾ ആ ഒരു ഏരിയയിൽ, ആ ഒരു സമയത്ത് ദൈവത്തിന്റെ ശക്തിയുള്ള കരം,
പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടം അഭിഷിക്തന്മാരെ, ഒരു കൂട്ടം ജോഷുവ ജനറേഷൻ, അതായത് പുതിയൊരു കൂട്ടം, ഒരു തലമുറയെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. അവരെഴുന്നേറ്റ് നിന്നിട്ട് യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തില് വിളിച്ചു പറഞ്ഞതുപോലെ, സൂര്യ നീ അവിടെ നിൽക്ക, ചന്ദ്ര നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞതുപോലെ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള, പ്രകൃത്യാതീതമായ അത്ഭുതങ്ങളെ ചെയ്യുന്ന, അത്യന്ത ശക്തിയെ വഹിക്കുന്ന ചില വ്യക്തികളെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. സാധാരണക്കാരന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത്ഭുതകരമായ ദൈവത്തിന്റെ വിശ്വാസം ഉള്ളിലുള്ളവനല്ലാതെ ആർക്കും ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഇല്ലാത്തവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ദൈവം നിർത്തുന്നവന് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെയുള്ള സാഹചര്യത വരാൻ പോവുകയാണ്. നിന്റെ വിശ്വാസം ശോധന ചെയ്യപ്പെടാൻ പോകുന്നു. നിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടാൻ പോകുന്നു. നിന്റെ തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. രൂത്ത്, ഹല്ലേലൂയ, തന്റെ അമ്മാവിയമ്മയായ അഭിഷേകമുള്ള നവോമിയോട് കൂടെ ചേർന്ന് അവൾ പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ദേശം എന്റെ ദേശം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നവോമി ഞാനൊരു അയ്യോ എന്നെ മാറ എന്ന് വിളിക്കണം, എന്നെ ഒരു പ്ലഷർ എന്നാണ് അതിൻ്റെ അർത്ഥം നവോമിയുടെ. പക്ഷേ സന്തോഷം കൊടുക്കാനുള്ളതാ. പക്ഷേ ബത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരല്പം പ്രശ്നം വന്നപ്പോൾ അതിനെ സ്വന്തം ദേശത്ത് നിൽക്കേണ്ടിടത്ത് നിൽക്കാതെ ഓടി മോവാബിയ ദേശത്ത് പോയി. അവിടെ വെച്ച് തൻ്റെ ഭർത്താവും മക്കളും എല്ലാം മരിച്ചു. രണ്ട് മരുമക്കളെ കെട്ടി. ഒന്ന് ഓർഫയും മറ്റൊന്ന് രൂത്തുമാണ്. രണ്ടുപേരും മോവാബിയരാണ്, ശാപഗ്രസ്തരായ മനുഷ്യരാണ്. പ്രൈസ് ദി ലോർഡ്. ശാപം പിടിച്ചവർ. ലോത്തിന്റെ കൂടെ സ്വന്തം പെൺമക്കള് ജീവിച്ച് അതിലുണ്ടായതാണ് മോവാബിയരും അമ്മോനിയരും എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ശാപഗ്രസ്തമായ ദേശത്ത് ചെന്ന് അഭിഷേകമുള്ള, വിളിയുള്ള, കൃപയുള്ള, സന്തോഷത്തോടെ ഇരിക്കേണ്ടവൾ ദേശം വിട്ട് തെരഞ്ഞെടുപ്പ്, തെറ്റായ തെരഞ്ഞെടുപ്പിൽ ആവേശം കയറി ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ചാടി ഒരൊറ്റ പോയി ചെന്ന് പെട്ടത് ശാപഗ്രസ്തമായ സ്ഥലത്താണ്. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്ത് മടങ്ങി വരികയാണ് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ. ഒരു സ്ത്രീ ഉണ്ട്, ഓർഫ. അവളും രൂത്തും ഇവളെ കൂടെ ജീവിച്ചതാ. എന്നാൽ എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും നവോമി ദൈവത്തോട്, യഹോവയായ ദൈവത്തോട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. ആരാധന കേട്ട് കണ്ട് രൂത്തിന് ആ നവോമിയുടെ ദൈവത്തോട് ഒരു വലിയ സ്നേഹം തോന്നുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറ്റവൾക്ക് അങ്ങനെയല്ല. അവൾക്ക് ആ സ്നേഹം തോന്നിയില്ല. അവൾ അവരെ വിട്ടുമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ചിലർ ദൈവത്തിന്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കും. ഈ 2021 ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. വിട്ടുവരിയാത്തൊരു ബന്ധം, വിട്ടുവരിയാത്ത ദൈവസ്നേഹം, വിട്ടുവരിയാത്ത റിലേഷൻഷിപ്പിനകത്ത് നിനക്ക് നിൽക്കാൻ പറ്റിയാൽ നിനക്ക് വേണ്ടി ഒരു കളം ദൈവം ഒരുക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ഒരു കൊയ്ത്തുണ്ട്, നിനക്കൊരു പ്രതിഫലമുണ്ട്, നിന്നിൽ നിന്ന് ഒരു സന്തതി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിലെ സിംഹമായ യേശുക്രിസ്തുവിന്റെ ജനനം നടക്കണമെങ്കിൽ ദൈവത്തിന്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കുന്ന ചിലരുണ്ടാകണം. ഹല്ലേലൂയ. 2001 ദൈവം അടുത്തിരിക്കുന്ന പറഞ്ഞാട്ടെ, പറ്റിച്ചേരാൻ പറ, ദൈവത്തോട് പറ്റിച്ചേരാൻ പറ. ലോകത്തോട് പറ്റിച്ചേരുന്നവന്റെ കാര്യം പോക്കാണ്. എന്നാൽ ദൈവത്തിനോട് പറ്റിച്ചേരുന്നവന് വാഗ്ദത്ത സന്തതികൾ വെളിപ്പെടാൻ പോവുകയാണ്. നീ വാഗ്ദത്തം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൂടെ നടക്കാൻ, ദൈവത്തിന്റെ കൂടെ പറ്റിച്ചേരാൻ, വിട്ടുപിരിയാത്ത ബന്ധത്തിനകത്ത് ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വിട്ടുപിരിയാത്തൊരു ബന്ധം, ദൈവമായിട്ട്, യേശുവുമായിട്ട് വിട്ടുപിരിയാത്തൊരു ബന്ധം നിനക്ക് ഇന്ന് രാത്രി മുതൽ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും, എന്ത് നഷ്ടപ്പെട്ടാലും നീ ഭയപ്പെടുകയില്ല. നിനക്കൊരു ഓഹരിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രൂത്തിനോട് നവോമി പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും, നീ എൻ്റെ കൂടെ വന്നു ചേർന്നു, നീ എന്നെ വിട്ടുപിരിയാതിരിക്കുക. പരിശുദ്ധാത്മാവുമായിട്ട് വിട്ടുപിരിയാത്തൊരു ബന്ധം രൂത്തിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞു, ഞാൻ മരിച്ചാലും ജീവിച്ചാലും യേശുവിന് വേണ്ടി എന്നതുപോലെ. പ്രൈസ് ദി ലോർഡ്. നവോമിയുടെ കൂടെ പറ്റിച്ചേർന്ന് നടക്കുമ്പോൾ നവോമിക്ക് രൂത്തിനെ കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവവുമായിട്ട് പറ്റിച്ചേർന്ന് നടക്കുന്ന നിന്റെ ഭാവിയെ ഓർക്കാൻ ദൈവത്തിന് സാധിക്കും.
ദൈവമായിട്ട് ബന്ധമില്ലാത്തവന് വേണ്ടി ദൈവം ഓർക്കത്തില്ല. എന്നാൽ ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ, ദൈവമായിട്ട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ഈ 2021 നിന്റെ വിഷയങ്ങൾ ദൈവത്തിന്റെ വിഷയം, നിന്റെ പ്രശ്നം നിന്റെ ദൈവത്തിന്റെ പ്രശ്നം, നിനക്കൊരു ഭാവി, നിന്റെ മേലുള്ള ഉത്തരവാദിത്വം, നിന്റെ വിഷയങ്ങളെ ദൈവം കൈകാര്യം ചെയ്യാൻ പോകുന്നു. നിന്നെ പറ്റി ദൈവം ഓർക്കും, നിന്റെ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ വിഷയങ്ങളാക്കും. ദൈവം നിനക്ക് വേണ്ടി ഒരു പാർപ്പിടം ഒരുക്കും, നിനക്ക് വേണ്ടി ഒരു ഭാവി ദൈവം ഒരുക്കും. 2021 ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തോട് വിട്ടുപിരിയാതിരുന്നാൽ നിന്റെ ഭാവി ദൈവം കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് 2021 ദൈവത്തിന്റെ ജനത്തിനുള്ള ദൂത്. വിട്ടുപിരിയാത്തൊരു ബന്ധം, വേർപിരിയാത്തൊരു കണക്ഷൻ നിനക്ക് ഇന്ന് രാത്രി മുതൽ ദൈവമായിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ വിഷയങ്ങൾ, നിന്റെ കണ്ണുനീരുകൾ, നിന്റെ ശൂന്യത, നിന്റെ ഒറ്റപ്പെടൽ ദൈവത്തിനൊരു വിഷയമായി തീരുമാൻ പോവുകയാണ്. നിന്നെ ദൈവം കൈവിടുകയില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ രൂത്തിനോട് നവോമി പറയുന്നൊരു കാര്യമുണ്ട്, മകളെ നീ ചെല്ലുക, അവിടെ വയലിൽ ചെല്ലുക. എവിടെ ചെല്ലുക? ബോവസിന്റെ വീട്ടിൽ ചെല്ലാനല്ല പറഞ്ഞത്, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവനല്ല വിടുതല. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് പറയുന്നത് കേൾക്കാൻ നീ തയ്യാറാണെങ്കിൽ, നീ വീട്ടിനകത്ത് കുത്തിയിരിക്കാതെ സുവിശേഷ വേലയ്ക്ക് പോകാൻ പറഞ്ഞാൽ, കളത്തിൽ പോകാൻ പറഞ്ഞാൽ അവിടെ ഒരു കൊയ്ത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവനല്ല വിടുതല. പ്രൈസ് ദി ലോർഡ്. കളത്തിലാണ് ബോവസ് ഉള്ളത്. കളത്തിൽ പറഞ്ഞാട്ടെ, കളത്തിലാണ് ബോവസ് ഉള്ളത്. സുവിശേഷ വേലയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കൂടെ ചേരാൻ നീ തയ്യാറാണെങ്കിൽ അവിടെ നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബോവസ് കളത്തിലാണ് കിടന്നുറങ്ങുന്നത്. അവിടെ ചെന്നിട്ട് അവളോട് പറഞ്ഞത്, നീ അവിടെ ചെന്ന ആ പുതപ്പിനടിയിലോട്ട് കിടക്കാനാ. അതായത് ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയുടെ പുതപ്പ് ചിലരുടെ മേൽ വീഴാൻ പോവുകയാണ്. ഈ 2021 നീ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമേ, അങ്ങയുടെ കൃപ, പറഞ്ഞാട്ടെ, എനിക്ക് അങ്ങയുടെ കൃപ മതി, എനിക്ക് അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ, ആ പുതപ്പിന്റെ മേൽ വീഴിക്കണമേ. അങ്ങയുടെ കൃപയ്ക്ക് അടിയിലോട്ട് ഞാൻ വരികയാണ്. അങ്ങയുടെ കൃപയില്ലെങ്കിൽ, അങ്ങയുടെ ഗ്രേസ് ഇല്ലെങ്കിൽ, അങ്ങയുടെ കരുണയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇന്ന് രാത്രിയും ബോധമില്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ മെസ്സേജ് കേട്ടിട്ട് ഒന്നും പിടിയില്ലാതെ ബോധം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കിയിരിക്കുന്ന ആൾക്കാർക്കല്ല വിടുതല്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇതിനകത്ത് ഞാൻ മെസ്സേജ് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴും പലരുടെയും നോട്ടം ഇവിടെയല്ല, പലരുടെയും ചിന്തയും ഇവിടെയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2001 നിന്റെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ്ങും ഡെലിവറൻസും വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കൃപയുടെ പുതപ്പിനകത്ത് നീ കയറിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കൃപയുടെ പുതപ്പിനകത്ത് ഇന്ന് രാത്രി നീ കയറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ കിടന്ന് അയ്യം വിളിക്കരുത്, പിന്നെ ഭാഷന്മാരെ പറയാൻ നടക്കരുത്. ഇന്ന് രാത്രി നീ ദൈവകൃപയ്ക്കകത്ത് കയറിയില്ലെങ്കിൽ വലിയ വിഷയമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളോട് ആത്മാ പറയുകയാണ്, ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ എനിക്കും നിനക്കും എന്റെ സ്വന്തം ബലത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല, ബുദ്ധിയിൽ ജീവിക്കാൻ പറ്റത്തില്ല, പണമുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ബന്ധുക്കൾ കാണും, പണം കാണും, 2 നില വീട് കാണും, നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ എഴുതി വെച്ചു തരാൻ, നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ജീവിക്കണമെങ്കിൽ ഇന്ന് രാത്രി നീ ദൈവകൃപയ്ക്കകത്ത് കയറിക്കൊള്ളണം. ദൈവത്തിന്റെ കൃപയുടെ പുതപ്പിനകത്ത് കയറിയാൽ നിന്റെ ചരിത്രം ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ ചരിത്രം ദൈവാത്മാ മാറ്റാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൃപയില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ രൂത്ത് നേരെ പോകാൻ പറയുക. ആ കൃപ, ആ പുതപ്പ് പൊക്കി നോക്കിയത് ആ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന് വേണ്ടി, ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നവന്റെ മുമ്പിൽ ബോവസ് ഒരു വെളിപ്പാടായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവക്ക് 6 ഇടങ്ങഴി അളന്നു കൊടുക്കാൻ പറയുക. വലിയൊരു ഗ്ലോറി അവനെ വെളിപ്പെടുകയാണ്. താൻ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നവന് 2021 ഒരിക്കലും നീ പട്ടിണി കിടക്കത്തില്ല, നിന്റെ തലമുറ ഇരക്കത്തില്ല, നിന്റെ പോക്കറ്റ് കാലിയാകത്തില്ല.
നിന്റെ പേഴ്സ് കാലിയാകത്തില്ല, നീ കടക്കാരനാകത്തില്ല, നിന്റെ ലോൺ അടയ്ക്കാതിരിക്കത്തില്ല, നീ വീട് വാങ്ങിക്കാതിരിക്കത്തില്ല, നീ വാഹനം വാങ്ങിക്കാതിരിക്കത്തില്ല, നിനക്ക് സമ്പത്തില്ലാതിരിക്കത്തില്ല. ദൈവത്തിന്റെ കൃപയുടെ പുതപ്പിനകത്ത് ഇന്ന് രാത്രി നീ കയറിയാൽ ആത്മാവ് ദൂത് പറയുകയാണ്, വാഗ്ദത്തം പറയുകയാണ്, നിന്റെ കലവറകൾ ശൂന്യമാകത്തില്ല. ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയുന്ന വലിയൊരു ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. കൊയ്ത്ത് വളരെയുണ്ട്, തലപൊക്കി നോക്കിക്കൊള്ളുക, വേലക്കാരോ ചുരുക്കം. കർത്താവ് പറയുന്ന അന്ത്യകാലത്തിന്റെ വിളവ്, അന്ത്യകാലത്തിന്റെ കൊയ്ത്ത് KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്ത് 2021 വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ സഭയിൽ കൊയ്ത്ത് വെളിപ്പെടാൻ പോകുന്നു. ദൈവരാജ്യത്തിന് മറ്റുള്ള സഭകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഈ സഭയ്ക്കകത്തൊരു കൊയ്ത്ത് വെളിപ്പെടാൻ സമയമായി. അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം നമ്മളെ കണ്ടെടുത്തിരിക്കുക. ഈ സഭ വ്യത്യസ്തമാണ്. ഇത് കൃപയുടെ അടിയിൽ ജീവിക്കുന്നവരാണ്, സ്വന്തം ബുദ്ധിയിൽ ജീവിക്കുന്നവരല്ല, വെളിപ്പാടിൽ ജീവിക്കുന്നവരാണ്, സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സ്ത്രീയോട് ബോസ് പറയാണ്, ഞാൻ മാത്രമല്ല, നിന്റെ വീണ്ടെടുക്കാൻ വേറൊരാളും കൂടെ ഉണ്ട്. നിയമപ്രകാരം പെട്ടെന്ന് അങ്ങോട്ട് കയറി നിന്നെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആരാണ് ആ വ്യക്തി? രണ്ടാമത്തെ ആള് ന്യായപ്രമാണം ഉള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം ഉള്ളവന് ഈ മോവാബിയ സ്ത്രീയെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവന് ഗ്രേസ് ഇല്ല, അവന് സ്നേഹമില്ല, അവന് ദൈവമായിട്ടൊരു ബന്ധമില്ല. അവൻ പ്രമാണത്തിൽ ജീവിക്കുന്നവനാണ്. ഈ അന്ത്യകാലത്ത് പ്രമാണത്തിൽ ജീവിക്കുന്നവനും പരീശനും സദൂക്യനും അല്ല അവൻ ഈ റിവൈവൽ കൊണ്ടുവരാൻ പോകുന്നത്. കൃപയിൽ ജീവിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ജാതി നോക്കാത്ത, മതം നോക്കാത്ത, പ്രൈസ് ദി ലോർഡ്, മനുഷ്യന്റെ മുഖം നോക്കാത്ത, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ സ്നേഹത്തിൽ ശുശ്രൂഷിക്കുന്ന പൊട്ടന്മാരെ പോലെ യേശുവിനെ അനുസരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഒരു കൂട്ടം പേരുടെ കയ്യിൽ ഇന്ന് രാത്രി ദൈവം അധികാരം കൊടുക്കാൻ പോവുകയാണ്. യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രമാണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരുവനും ഈ അന്ത്യകാലത്ത് അത്ഭുതം കാണാൻ പറ്റത്തില്ല. പ്രമാണത്തിൽ ജീവിക്കുന്നവന് ഒരു കൊയ്ത്ത് കാണാൻ പറ്റത്തില്ല. 2021 മുതൽ 2030 വരെ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതാ ഉണർവ് നടക്കാൻ പോകുന്നു. റിവൈവൽ വെളിപ്പെടാൻ പോകുന്നു. അതിഭയങ്കരമായ കൊയ്ത്ത് വെളിപ്പെടാൻ പോവുകയാണ്. പക്ഷേ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നടക്കുന്ന ഒരു സഭയും, ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടക്കുന്ന ഒരു സഭയും കൊയ്ത്ത് കാണത്തില്ല. നമ്മുടെ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടക്കുന്ന സഭയല്ല. ഇത് ദൈവകൃപ വ്യാപരിക്കുന്ന സഭയാ. ഇത് ദൈവകൃപ വ്യാപരിക്കുന്ന സഭയാണ്. ഇത് അഭിഷേകം വ്യാപരിക്കുന്ന സഭയാണ്. ഇത് ആത്മനിറവുള്ള സഭയാണ്. ഇത് സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുന്ന സഭയാണ്. ഈ സഭ ഇത് കൊയ്ത്തിന് വേണ്ടി വിളിക്കപ്പെട്ട സഭയാണ്. ഈ സഭ കൊയ്ത്തിന് വേണ്ടി വിളിക്കപ്പെട്ട സഭയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ സഭ ദൈവത്തിന്റെ സഭയാണ്? ഇത് കൊയ്ത്തിന് വേണ്ടി വിളിക്കപ്പെട്ട സഭയാണ്. ആർക്കും നമ്മൾ ഓടാൻ പോവുകയാണ്. വലിയൊരു ഓട്ടക്കളത്തിനകത്ത് ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് കറങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് ശുശ്രൂഷയ്ക്കാണ്. നീ വിശ്വാസിയായിരിക്കാനല്ല, വിശ്വാസിയായിരിക്കാനല്ല. ഇവിടെ ശിഷ്യന്മാർ വാർത്തെടുക്കപ്പെടാൻ പോവുകയാണ്. ഇതൊരു കൊയ്ത്തിന്റെ സഭയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദൈവസഭ കൊയ്യാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവനും ഹൃദയം കഠിനമാക്കുന്നവനും വെളിപ്പാട് കാണാൻ പറ്റാത്തവനും ഈ സഭയോടെ കൂടെ ഓടാൻ പറ്റത്തില്ല. ഈ ദൈവസഭ ഇത് കൃപയാൽ വിളിക്കപ്പെട്ട സഭയാണ്. ഇത് യോഗ്യത കൊണ്ട് നിന്ന് ശുശ്രൂഷിക്കുന്ന സഭയല്ല, ഞങ്ങളുടെ ബലത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന സഭയല്ല. ഇത് ആത്മാവിൽ മൂവ് ചെയ്യുന്ന സഭയാണ്. ഇത് അഭിഷേകത്തിൽ നിറയുന്ന സഭയാണ്. ഇത് അപ്പോസ്തലിക പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വീര്യപ്രവർത്തികളിലും വിശ്വസിക്കുന്ന സഭയാണ്. ഇതിലെ ഇരിക്കുന്ന വ്യക്തികൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അതുകൊണ്ട് കർത്താവ് പറയുക, അന്ത്യകാല വെളിപ്പാട്, ദൈവത്തിന്റെ സഭയോടുള്ള ദൈവത്തിന്റെ ദൂത്, വയലന്റ് റീപ്പിംഗ് വെളിപ്പെടാൻ പോകുന്നു. ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഹാർവസ്റ്റ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ പോകുന്നു. ഒരു വലിയ കൊയ്ത്ത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ പോകുന്നു. എത്ര പേർ റെഡിയാണ്? എത്ര പേർ റെഡിയാണ്? പ്രൈസ് ദി ലോർഡ്. നീ കൊയ്യാൻ റെഡിയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു സൈഡിൽ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, അത് ലോകം, ജാതികൾക്ക് അത് ഉണ്ടാകും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അവരെല്ലാം കൂടെ ഓടി നിന്റെ അടുക്കലാണ് വരേണ്ടത്. അതാ സംഭവിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൂടെ ഓടി നിന്റെ അടുക്കലോട്ട് വരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളുടെ ആ പുസ്തകത്തിനകത്ത് പത്രോസും ഫിലിപ്പോസും പേടിത്തൊണ്ടന്മാരായ എല്ലാവരും അഭിഷേകം അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ അവരുടെ സ്വഭാവം അങ്ങോട്ട് മാറി, അവരുടെ മുഖഭാവം അങ്ങോട്ട് മാറി. രാജാക്കന്മാരെ അവർക്ക് പേടിയില്ല, മനുഷ്യരെ അവർക്ക് പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടുന്നവൻ അഭിഷേകമില്ല, മനുഷ്യനെ പേടിക്കുന്നവന് അഭിഷേകമില്ല, വിളിയില്ല, തിരഞ്ഞെടുപ്പില്ല. കൃപയുള്ളവൻ നിൽക്കും. ഹല്ലേലൂയ. ലോക പേടിത്തൊണ്ടനായിരുന്നു പത്രോസ്. പക്ഷേ പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അഭിഷേകം അങ്ങോട്ട് നിറയപ്പോൾ രാജാക്കന്മാരെ പേടിയില്ല, ചങ്ങലയെ പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ പിടിച്ച് ചങ്ങലക്കിട്ടപ്പോൾ പൗലോസ് പറഞ്ഞ, ഈ ചങ്ങല ഒഴികെ നീ എല്ലാവരും യേശുവിനെ അറിയണമെന്ന് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മരണത്തെ പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസിനോട് ഞാൻ നിന്നെ അടിക്കാൻ പോവുക എന്ന് പറഞ്ഞ് വെള്ള തേച്ച ചുവരെ നിന്നെ ദൈവം അടിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിച്ചപ്പാടനുള്ള സ്ത്രീ വന്നപ്പോ പൗലോസ് പറയുക, വിട്ടുപോ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഇത് അന്ത്യകാലത്തിൽ ഇത് നടക്കാൻ പോവുക. അധികാരമുള്ള അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. വെല്ലുവിളികളുണ്ട്, ഭയങ്കര ഫൈറ്റിംഗ് ഉണ്ടാക്കാൻ പോകുന്നു, അതിഭയങ്കര യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ലോകം ഭയപ്പെടുന്ന യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ വെളിപ്പെടാൻ പോകുന്നു. സ്വസ്ഥതയും സമാധാനം ഈ ലോകത്തിന് ഇല്ലാതാകാൻ പോകുന്നു. ജനമെല്ലാം കൂടെ ഓടി സമാധാനത്തിന് വേണ്ടി ദൈവസഭയിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ അധികാരവും അഭിഷേകമുള്ള അപ്പോസ്തലന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. കൂട്ട സ്നാനം നടത്താൻ, കൂട്ടമായി കൊയ്ത്ത് നടത്താൻ അഭിഷിക്തന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഭയോട് ദൈവം പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, അന്ത്യകാലത്ത് വലിയ കൂട്ടമായ കൊയ്ത്തിന് ഞാൻ റെഡിയായിരിക്കുന്നു. എന്നാൽ വേലക്കാരില്ല, വിശ്വസ്തന്മാരായ വേലക്കാരില്ല. ഇഷ്ടം പോലെ വേലക്കാരന്മാരെ കാണും, വേലക്കാരന്മാരുണ്ടായിട്ട് കാര്യമില്ല. എന്നാൽ കർത്താവ് വിളിച്ചു പറയുമ്പോൾ ഇതാ കാനാവിലെ കല്യാണ വീട്ടിനകത്ത് കിണറ്റിനകത്ത് നിന്ന് വെള്ളം കോരി ഒഴിയടാന്ന് പറഞ്ഞപ്പോൾ മറുചോദ്യം ചോദിക്കാതെ കോരി ഒഴിക്കാൻ വിശ്വസ്തന്മാരായ ചിലരെ ഇന്ന് രാത്രി ആത്മാവ് തിരക്കുകയാണ്. അതിനകത്ത് നീ വന്നാൽ നിന്നെ ദൈവം എടുത്തുപയോഗിക്കാൻ പോയാണ്. ദൈവം എടുത്തുപയോഗിക്കാൻ പോയാണ്. വേലക്കാരെ പുറത്തു കൊണ്ടുവരാൻ പോയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് ജയിലിനകത്ത് കിടക്കുക, പക്ഷേ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ദൂതൻ പത്രോസിന്റെ അകത്ത് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. വിഷയങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, സഭയ്ക്കെതിരായിട്ടുണ്ടാകാം, അഭിഷിക്തന്മാർക്കെതിരായിട്ടുണ്ടാകാം. പക്ഷെ ഒരു ജയിലിന് നിന്നെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. ഒരു നിയമങ്ങളും ഒരു അധികാരങ്ങളും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഒരു വെല്ലുവിളികളും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. നിനക്ക് വിരോധമായി നിൽക്കുന്ന, സഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന, അഭിഷിക്തന്മാർക്ക് വിരോധമായി നിൽക്കുന്ന ചില ഹെരോദമാര്, അവർ കൃമിക്കരയായി മരിക്കുന്ന 2021 അങ്ങനെയുള്ള ചില ഹെരോദാവുമാർ, ചില രാജാക്കന്മാർ, ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന അധികാരികൾ കൃമിക്കരയാകുന്ന വർഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുകയാണ്, 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിനകത്ത് എലീശ അങ്ങോട്ട് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. നാളെ ഈ നേരത്തെ ശമരിയുടെ പടിവാതിൽക്കൽ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ അകമ്പടി നായകൻ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ നീ കാണും, പക്ഷെ നീ അനുഭവിക്കത്തില്ല. കർത്താവ് പറയുകയാണ്, ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളും ദൂതുകളും കേട്ടിട്ട് ഇതെങ്ങനെ നടക്കുമെന്ന് പറയുന്നവൻ നീ കാണും, പക്ഷെ നീ അനുഭവിക്കത്തില്ല. 2021 അങ്ങനെയുള്ളവർക്ക് അനുഭവം ഇല്ലാത്ത ഒരു വർഷമായിരിക്കും. കാണും, പക്ഷെ നീ അനുഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കുഷ്ഠരോഗികളായ ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ച് ഒരു കൊള്ള പങ്കിട്ടതുപോലെ ആത്മാവ് ജാതികളിൽ നിന്ന് ഒരു കൂട്ടം പേരെ, ഇതുവരെ ദൈവത്തെ അറിയാത്ത, ഇതുവരെ കർത്താവ് എന്തെന്ന് അറിയാത്ത, വേദപുസ്തകം തുറന്നു നോക്കാത്ത ജാതികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന വർഷമാണത്.
ആർക്കും വേണ്ടാത്തവരെ, ഒരു യോഗ്യതയും ഇല്ലാത്തവരെ, എല്ലാ ലോകം തള്ളിക്കളഞ്ഞവരെ ദൈവം 2021 ദൈവസഭയ്ക്കകത്ത് പുതിയ ആത്മാക്കൾ, അത് ആർക്കെല്ലാവരും തള്ളിക്കളഞ്ഞവർ ജാതികളെ ദൈവം കൊണ്ടുവന്ന് നിർത്താൻ പോകുന്നു. പൗലോസിനെ പോലെ ദൈവം ജാതികളുടെ ഇടയിൽ ഒരു ശുശ്രൂഷയ്ക്കായി ഈ സഭയെ റെഡിയാക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാ ജാതികൾ വരാൻ പോകുന്നു. രൂത്ത് ഒരു ജാതീയ സ്ത്രീ ആയിരുന്നു. രാഹാബിന്റെ മകനാണ് ബോവസ്, അതായത് വേശ്യയായ സ്ത്രീ. ഹല്ലേലൂയ, സ്തോത്രം. ആ സ്ത്രീക്ക് വരെ വിശ്വാസം ഉണ്ടായിരുന്നു. ആ രാജ്യം പിടിച്ചടക്കാൻ വേണ്ടി യഹൂദന്മാർ ചെന്നപ്പോൾ രാഹാബ് എന്ന വേശ്യയായ സ്ത്രീ പറയുകയാണ്, നിങ്ങളുടെ ദൈവം ഭയങ്കരനാണ്. ആ ദൈവത്തെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി പോവുകയാണ്. ആ ദൈവം വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം പിടിച്ചടക്കും ഞങ്ങൾക്കറിയാം. ഒരു സാധാരണ വേശ്യയായ സ്ത്രീ വരെ, പ്രൈസ് ദി ലോർഡ്, അവർ വംശാവലിക്കകത്ത് കയറി വിശ്വാസം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. രൂത്ത് മോവാബിയ സ്ത്രീ, വിശ്വാസത്താൽ അവൾ വംശാവലിക്കകത്ത് കയറി. ഇന്ന് രാത്രികാലം ആ കർത്താവിന്റെ കൂടെ കിടന്ന കള്ളൻ വരെ, ഹല്ലേലൂയ, കൂടെ അടുത്ത് കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ ശരീരം കണ്ടാൽ ലോകത്തൊരു മനുഷ്യനും വിശ്വസിക്കില്ല പരദീസയിൽ ഇരിക്കുമെന്ന്. എന്നാൽ കൂടെ കിടക്കുന്ന കള്ളൻ പറയുകയാണ്, ഇന്ന് നീ പരദീസയിൽ ഇരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയാൻ ഒരു വെളിപ്പാട് ആ കള്ളനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ക്രിസ്ത്യാനികളായ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയോട് ആത്മാവിൽ ഞാൻ ദൂത് ചോദിക്കുകയാണ്, നിന്റെ വിശ്വാസം ഈ കള്ളന്റെ വിശ്വാസത്തെ ഒരു വലിയ വിശ്വാസം നിന്റെ അകത്തില്ലെങ്കിൽ നിനക്ക് 2021 ഒരു നന്മയും പ്രാപിക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ടുള്ള ഒരു വർഷങ്ങളിലും പ്രൈസ് ദി ലോർഡ് അത്ഭുതകരമായ വിശ്വാസം നിന്റെ അകത്തില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അത്യന്തപരമായ വിശ്വാസം നിന്റെ അകത്ത് കത്തിയില്ലെങ്കിൽ ഈ കള്ളനെ പോലെ, രാഹാബിനെ പോലെ, രൂത്തിനെ പോലെ, ഹല്ലേലൂയ, ജാതീയ സ്ത്രീയെ പോലെ, ശമരിയക്കാരി സ്ത്രീയെ പോലെ, മഗ്ദല മറിയെ പോലെ ഒരു വലിയ ഫെയ്ത്ത്, നീ കാണുന്നത് കണ്ടുകൊണ്ടിരുന്ന വിശ്വാസമല്ല, കാണാത്തതിനെ വിശ്വസിക്കാൻ, ആശിക്കുന്നതിനെ കുറിച്ച് ഒരു ഉറപ്പുണ്ടാകാൻ ഇന്ന് രാത്രി നിനക്ക് സാധിച്ചാൽ മാത്രമേ 2021 മുതൽ ഈ ലോകത്ത് നിനക്ക് ജീവിക്കാൻ പറ്റൂ, നിനക്ക് ശുശ്രൂഷിക്കാൻ പറ്റൂ, നിനക്ക് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ, നിനക്ക് ആത്മാക്കളെ നേടാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അത്ര വലിയ യുദ്ധമായി ഇനി വരാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, ഇന്ന് വരെ നിങ്ങൾ വിളിച്ചു പറഞ്ഞ വിശ്വാസം പോരാ, ഇതുവരെ നിങ്ങൾ ഓടിയ ഓട്ടം പോരാ, നിങ്ങൾ തകർന്നു പോകും. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ചെറിയ പരിപാടി കൊണ്ട് നടന്ന ഒറ്റ മനുഷ്യൻ നിൽക്കത്തില്ല, ദൈവസന്നിധി നിൽക്കത്തില്ല, നീ പാറിപ്പോകും. നീ പ്രൈസ് ദി ലോർഡ്, നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു തീരുമാനം നീ എടുക്കണം. ദൈവകൃപയ്ക്കകത്ത് ദൈവഭയത്തോടെ കയറണം. പ്രൈസ് ദി ലോർഡ്. ജാതികൾ പരിഭ്രമിക്കുന്നത് പോലെ പരിഭ്രമിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് രാത്രി അത്ഭുതകരമായ ഒരു ഫെയ്ത്ത്, മരിച്ചാലും ജീവിച്ചാലും എന്റെ യേശുവിന് വേണ്ടിയെന്ന് ഒരു തീരുമാനം നീ എടുത്ത് കർത്താവിനെ വിട്ടുവരിയാത്തൊരു ബന്ധമായി, യേശുവുമായിട്ടൊരു അഭേദ്യമായ ബന്ധമായി കർത്താവിന്റെ കൂടെ നടക്കാൻ നീ തയ്യാറാണെങ്കിൽ ഒരു ഇരട്ടിപ്പങ്ക് അഭിഷേകം ഇന്ന് രാത്രി നിന്റെ അകത്ത് ദൈവം പകരാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വലിയൊരു കൊയ്ത്തിന് വേണ്ടി എത്ര പേർ റെഡിയാണ്? ഒരു കൊയ്ത്തിന് വേണ്ടി? കർത്താവിന്റെ സന്നിധിയിൽ ശക്തമായിട്ട് നമുക്ക് ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കാനുള്ള സമയമാണ്. ഒരു വലിയ അഭിഷേക പകർച്ച ഈ ആരാധനയുടെ നടുവിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ അകത്തൊരു വലിയ വിശ്വാസം ദൈവം പകരാൻ പോകുന്നു, ഒരു ഉറപ്പ് പകരാൻ പോകുന്നു. 2021 എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് വിശ്വാസ വീരന്മാർക്കുള്ള വർഷമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് മോശയും ദാനിയേലിനെയും അങ്ങനെ യോസേഫിനെയും എല്ലാ വിശുദ്ധന്മാരെ പേരുകൾ എഴുതിയിട്ട് പറഞ്ഞു, ഇവരുടെ പേര് പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. യാക്കോബിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം എന്ന് പറയാൻ ലജ്ജിക്കുന്നില്ല. നിന്റെ പേര് പറയാൻ ദൈവത്തിന് ലജ്ജയില്ലാത്ത രീതിയിൽ ഒരു വിശ്വാസ വീരനായി തീരാൻ ഇന്ന് രാത്രി നീ തയ്യാറാണെങ്കിൽ മാത്രം കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ.